ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 6 വിശുദ്ധ മരിയ ഗുരേത്തിയുടെ തിരുനാൾ. ഇറ്റലിയിൽ കൊറിനാൾഡോയിലെ ഒരു ദരിദ്ര കർഷകന്റെ മകളായി ജനിച്ച മരിയ സ്കൂളിൽ പഠിക്കാൻ അവൾക്ക് സാധിച്ചില്ല. എഴുതാനും വായിക്കാനും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ച മറ്റെല്ലാ കുട്ടികളെക്കാളും പ്രായത്തിൽ മുതിർന്നവൾ മരിയയായിരുന്നു. മരിയയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ പിതാവ് കുടുംബവുമായി നെറ്റൂണിലേക്ക് പോന്നു. 10ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. മരിയ താമസിച്ചിരുന്ന ആ ഭവനത്തിൽ തന്നെ ധനികരായ സെറനെല്ലി കുടുംബക്കാർ താമസിച്ചിരുന്നു. അവരുടെ ഒരു ജോലിക്കാരിയായിരുന്നു മരിയയുടെ അമ്മ അസൂന്ത. 3 പ്രാവശ്യം അലക്സാൻഡ്രോ സെറനെല്ലി മരിയയെ പാപത്തിന് ക്ഷണിച്ചു. അവൾ ചെറുത്തു നിന്നു. വിവരം അമ്മയോട് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അമ്മേ, എൻ്റെ ശരീരം കഷണം കഷണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല. ജൂലൈ മാസത്തിലെ ചൂടുള്ള ഒരു അപരാഗ്നത്തിൽ മരിയ ഒരു കട്ടിലിരുന്ന് തച്ചുകൊണ്ടിരിക്കുമ്പോൾ അലക്സാൻഡ്രോ മരിയയെ പാപം ചെയ്യാൻ നിർബന്ധിച്ചു. ഞാൻ വഴങ്ങുകയില്ല, മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ സഹായത്തിനായി നിലവിളിച്ചു. ഇല്ല, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല, അത് പാപമാണ്, നീ നരകത്തിൽ പോവും, അവൾ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും അലക്സാൻഡ്രോ കുപ്പായത്തിൽ ഒളിച്ചു വച്ചിരുന്ന കടാരയെടുത്ത് 14 പ്രാവശ്യം മരിയയെ കുത്തി. വിവരമറിഞ്ഞെത്തിയ വൈദികനോട് മരിയ പറഞ്ഞു: ഞാൻ അലക്സാൻഡ്രോയോട് ക്ഷമിക്കുന്നു. 24 മണിക്കൂറിനകം ആശുപത്രിയിൽ വച്ച് മരിയ മരിച്ചു. 30 വർഷത്തെ ജയിൽ മോചിതനായി പുറത്തു വന്ന ശേഷം അയാൾ അസൂന്തയോട് മാപ്പ് പറഞ്ഞ് ഒരു സന്യാസ സഭയിൽ സഹോദരനായി ചേർന്നു. വിശുദ്ധയുടെ നാമകരണ ചടങ്ങിൽ പത്രോസിന്റെ അങ്കണത്തിൽ മരിയ ഗുരേത്തിയുടെ അമ്മയോട് ചേർന്ന് അലക്സാൻഡ്രോയും മുട്ടുകുത്തി കൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധ മരിയ ഗുരേത്തി, ഞങ്ങൾക്ക് വേണ്ടി ഈ ദിനം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.